ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 19-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 19-ാം അധ്യായത്തിൽ സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. ഇപ്പോൾ അവർ മരുഭൂമി യാത്രയിലാണ്. അവർ ചെന്നെത്തുന്ന സ്ഥലത്ത് ചെന്നതിന് ശേഷം സ്ഥിരമായി താമസം ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മുന്നമേ അവർക്ക് അറിയിപ്പ് ദൈവം ഇവിടെ കൊടുക്കുകയാണ്. അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുന്നു: നിങ്ങൾ പരിശുദ്ധരായിരിക്കണം, കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ ജനമായി അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ അവർ ജീവിക്കുവാൻ അവർക്കിടയാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ആദ്യം പറഞ്ഞു മാതാപിതാക്കളെ അത് ബഹുമാനിക്കണം. 2-ാമത് പറഞ്ഞു ശാബത്ത് ആചരിക്കണം, അന്യദൈവ ആരാധന അരുത്. അന്യദൈവത്തെ ആരാധിക്കരുതെന്നും ശാബത്ത് ആചരിക്കണമെന്നും ആദ്യം വരേണ്ട കൽപ്പനകളാണ്. അത് ദൈവത്തെ സ്നേഹിക്കലാണ്. ആദ്യത്തെ 4 കൽപ്പന ദൈവ മനുഷ്യ ബന്ധമാണല്ലോ. പക്ഷേ ഇവിടെ മോശയോട് യഹോവയായ ദൈവം ആദ്യം മനുഷ്യബന്ധങ്ങളിലുള്ള ആദ്യത്തെ കൽപ്പനയാണ് പറയുന്നത്. മാതാപിതാക്കളെ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. കാരണം ഓരോ വ്യക്തിയും ഭൂമിയിൽ ജനിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അവർ അവനെ സ്നേഹിക്കുന്ന പോലെ മറ്റാരും സ്നേഹിക്കുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ വാർദ്ധക്യമൊക്കെ വരുമ്പോൾ അവരെ കരുതുവാനും സ്നേഹിക്കുവാനും സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം 2-ാമതായിട്ടാണ് ഇവിടെ പറയുന്നത്. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ബലി സ്വീകാര്യമാകത്തക്കവണ്ണം അത് അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരുക്കത്തോടെ വിശുദ്ധിയോടുകൂടിയാണ് ദേവാലയത്തിൽ കടന്നു വരേണ്ടതും സമാഗമന കൂടാരത്തിൽ കടന്നു വരേണ്ടതും ബലിവസ്തുക്കളെ അവിടെ അർപ്പിക്കേണ്ടതും. പിന്നെ പറയുന്നു അർപ്പണ വസ്തു അതെന്തായിരുന്നാലും, അത് മാംസമായിരുന്നാലും അല്ലെങ്കിൽ അത് അപ്പമായിരുന്നാലും എന്തായിരുന്നാലും ആദ്യത്തെ 2 ദിവസം ഭക്ഷിക്കാം. 3-ാം ദിവസം അത് ഭക്ഷിക്കരുത്. കാരണം 3-ാം ദിവസം അത് അപ്പോഴത്തേക്കും അത് വൈറസ് ബാധിക്കാൻ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ബാധിക്കുവാൻ കാരണമായിട്ട് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആ ബലിവസ്തുവെ ഇത് ജീർണമാക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളത് ഭക്ഷിക്കാൻ പാടില്ല എന്നിവിടെ ഇത് പറയുകയാണ്. 9-10 വാക്യങ്ങളിൽ ഫലമെടുക്കുമ്പോഴുണ്ടാകേണ്ട ചില നിയമത്തെക്കുറിച്ച് പറയുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ യഹോവയായ ദൈവം മോശെ മുഖാന്തരം പറയുന്നു: നീ ചെന്ന് കൃഷി ചെയ്ത് ഫലമുണ്ടാകുമ്പോൾ കൊയ്യുമ്പോൾ അതിന് തീർത്ത് കൊയ്യരുത്, കാല പെറുക്കരുത്. മുന്തിരിയുടെയൊക്കെ ഫലം പറിക്കുമ്പോൾ തീർത്ത് പറിക്കരുത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് തീർത്ത് കൊയ്യരുത്. കാരണം അത് ദരിദ്രനും പരദേശിക്കുമുള്ളതാണെന്ന് ഇവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് ഇവിടെ പറയുകയാണ്. കാരണം അവർക്ക് മറ്റു ഭൂമിയില്ല, അവർക്ക് കൃഷി ചെയ്യാൻ മറ്റു മാർഗമില്ല. അപ്പം അതിലൂടെ കടന്നു പോകുന്നവനെ 2 കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ അത്രയും സ്ഥലത്തുള്ളതായ ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവന് പറിച്ച് ഭക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. അത് ശേഖരിച്ചു കൊണ്ടുപോകാൻ അവകാശമില്ല, അത് ഭക്ഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. കാരണം എല്ലാ മനുഷ്യരും ഭൂമിയിൽ അത് ജീവിക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അതിന് തീർത്ത് കൊയ്യരുത് എന്നുള്ളതാണ്. 2-ാമത് പറഞ്ഞു കാല പെറുക്കരുത്. കാരണം നീ പ്രധാന ഭാഗം കൊയ്തതിന് ശേഷം 2-ാമത് വീണ്ടും നടന്ന് അത് നീ പെറുക്കാൻ പോകരുത്. അതും ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ്. 3 അല്ലെങ്കിൽ നീ വൃക്ഷഫലം അല്ലെങ്കിൽ മുന്തിരി പോലുള്ളതായ ഫലങ്ങൾ എടുക്കുമ്പോൾ തീർത്ത് പറിക്കരുത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജാതികൾക്കും മനുഷ്യനും ഒക്കെ അത് ഭക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. അവർക്കൂടെ വേണ്ടിയാണ് ദൈവം ഫലങ്ങളെ നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം എന്നുള്ളതാണ്. 11-12 വാക്യങ്ങൾ വായിക്കുന്നു: മോഷണം, വഞ്ചന ഒന്നും പാടില്ല. വ്യാജവാക്കുകളെ നീ പറയരുത്. ഇത് കള്ളസത്യം ദൈവനാമത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം ദൈവനാമത്തെ അത് വൃഥാ എടുക്കുകയോ അല്ലെങ്കിൽ ദൈവനാമം അശുദ്ധമാക്കുന്നതിനും അത് തുല്യമാണ്. പിന്നെ അതിന് 13-14 വാക്യങ്ങൾ വായിക്കുന്നു: അയൽക്കാരനെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യരുത്. ചെകിടിനെ ശപിക്കുക, കുരുടിൻ്റെ മുമ്പിൽ നീ ഇത് തടസ്സം വയ്ക്കരുത്. ചെകിടിനെ ശപിക്കുകയോ കുരുടിൻ്റെ മുമ്പിൽ തടസ്സം വയ്ക്കുകയോ ചെയ്യരുത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 വാക്യങ്ങൾ തൻ്റെ ഗിരിപ്രഭാഷണം നമ്മുടെ കർത്താവ് ഓർമ്മപ്പെടുത്തി. സഹോദരനെ ഫോഷ എന്ന് പോലും വിളിക്കാൻ പാടില്ല, നീ അഗ്നിനരകത്തിന് യോഗ്യനാകും. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയെ
അപഹസിക്കുന്നവൻ ദൈവത്തെ അപഹസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവമാണ് അങ്ങനെ ഒരു മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെ സ്നേഹിക്കുവാനും കരുതുവാനും സ്വർഗരാജ്യത്തിനുള്ള പ്രവേശനത്തിനുള്ള മാനദണ്ഡമായി ദൈവം നമുക്കത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവനെ അപഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 15-16 വാക്യങ്ങൾ വായിക്കുന്നു. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോടോ ധനവാനോടോ മുഖപക്ഷം കാണിക്കണ്ട. ദരിദ്രനാണെന്ന് വിചാരിച്ച് അവന് അനുകൂലമായി വിധിക്കാൻ പാടില്ല. ധനവാനാണെന്ന് വിചാരിച്ച് അവന് അനുകൂലമായി വിധിക്കാൻ പാടില്ല. നീതി അനുസരിച്ച് വിധിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ദൈവം നീതിമാനാണ് എന്നുള്ളതാണ്. 17-ാം വാക്യത്തിൽ വായിക്കുന്നു, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് നടക്കുന്നത് ഹൃദയത്തിലാണ്. കാണുമ്പോൾ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഹൃദയത്തിലാണ്, ആ ഹൃദയം കൊണ്ട് വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെട്ടത് നമുക്കറിയാമല്ലോ. പിന്നെ പറയുന്നു, അയൽക്കാരനെ ശാസിക്കണം, കാരണം അവൻ നിൻ്റെ സഹോദരനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17:3. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, മനസ്സാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. കാരണം നീ നിൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ, നിൻ്റെ സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ തെറ്റ് ചെയ്താൽ നിനക്ക് അവനെ ശാസിക്കാനും അവനെ തിരുത്താനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്നുള്ളതാണ്. 18-ാം വാക്യത്തിൽ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവസാനത്തെ 6 കൽപ്പനയുടെ രത്നചുരുക്കം അതാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ. 19-ാം വാക്യത്തിൽ വായിക്കുന്നു, മൃഗത്തെ മറ്റൊന്നിനോട് ഇണ ചേർക്കരുത്. വിത്തുകൾ കൂട്ടിക്കലർത്തി അത് വിതയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചണവും ഇത് കമ്പിളിയും ഇത് ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കാൻ പാടില്ല. ഓരോന്നിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ് ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മൃഗത്തിൽ നിന്ന് അതിൻ്റേതായ കുഞ്ഞുങ്ങളാണ് ഭൂമിയിൽ വരേണ്ടത്. എന്നാൽ ഇന്ന് മനുഷ്യൻ ഇതിനകത്തൊക്കെ കയറി കൈകടത്തി ഒരുപാട് ഈ ദൈവികമായ നിയമങ്ങൾക്ക് വിരുദ്ധമായി അത് നമ്മളെ പലപ്പോഴും രോഗികളാക്കുകയും സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്യുന്നതും നമുക്കറിയാവുന്നതാണ്. 21-22 വാക്യങ്ങൾ പറയുന്നു, വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞ ആ ദാസിയെ കൂടെ സഹിക്കുവാൻ പാടില്ല. അവളെ നീ പരിഗ്രഹിക്കരുത്. കാരണം അവൾ മറ്റൊരു പുരുഷന് വേണ്ടി വിവാഹം അവൾ നിശ്ചയിക്കപ്പെട്ടവളാണ്. ദാസിയുടെ മേൽ നിനക്ക് അവകാശമുണ്ട്. പക്ഷെ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ആ ദാസിയെ കൊല്ലാൻ പൊക്കത്തില്ല. കാരണം അവൾ ആ സമയത്ത് ദാസിയാണ്. അവൾ ഇതല്ല, സ്വതന്ത്രയല്ല. എന്നാൽ ആ തെറ്റ് ചെയ്തവൻ പാപപരിഹാര ബലി, അവൻ പശ്ചാത്താപ ബലി അവൻ അർപ്പിക്കണമെന്നുള്ളതും ഇവിടെ ആവശ്യപ്പെടുകയാണ്. 23-25 വാക്യങ്ങളിൽ, ദേശത്ത് വന്ന് ഫലവൃക്ഷം നിങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ 3 വർഷം അതിൻ്റെ ഫലം നിങ്ങൾ പറിക്കരുത്. 4-ാം വർഷം അത് യഹോവയ്ക്ക് സമർപ്പിക്കണം. 5-ാം വർഷം മുതൽ വൃക്ഷഫലം നിനക്ക് ഭക്ഷിക്കാം. ആ വൃക്ഷത്തിൻ്റെ തടിയൊക്കെ മൂത്ത് അത് രുചികരമായ നല്ല ഭക്ഷണമായിട്ടൊക്കെ മാറുമ്പോൾ 4-5 വർഷം എടുക്കും. അതുവരെ അത് ദൈവത്തിനുള്ളതും അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്കും പരദേശികൾക്കൊക്കെ അത് ഒരു വിഷയം പറിക്കാൻ സാധിക്കും. നീ അതിൻ്റെ ഫലമെടുക്കാൻ പോകരുത് എന്നുള്ളതാണ്. 26-28 വരെയുള്ള വാക്യങ്ങൾ, മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കരുതിന് മുമ്പ് നമ്മൾ അത് കണ്ടതാണ്. രക്തത്തിൽ ജീവൻ ഇത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത്, ശകുനം നോക്കരുത്. ആഭിചാരം അഥവാ മന്ത്രവാദം നീ ഇത് നടത്തരുത്. ഇത് വിജാതികളുടെ ഇടയിലുള്ളതാണ് ശകുനം നോക്കുക, മന്ത്രവാദം ചെയ്യുക എന്നുള്ളത്. ഇത് പിന്നെ പറയുന്നു, നീ നിൻ്റെ ചെന്നി വടിക്കരുത്. ദീക്ഷയുടെ അഗ്രഹം നീ മുറിക്കുക. നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തത നിനക്ക് കാണിക്കുവാൻ വേണ്ടിയുള്ള വേഷവിധാനങ്ങളും മറ്റു രീതികളൊക്കെയാണ് ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ മരിച്ചവരെ പ്രതി ശരീരത്തിൽ നീ മുറിവുണ്ടാക്കരുത്. ജാതികൾ അപ്രകാരം ചെയ്തിരുന്നു. അവരുടെ സ്നേഹം കാണിക്കുവാൻ വേണ്ടി സ്വന്തം ശരീരത്തിൽ അവർ മുറിവേൽപ്പിച്ചിരുന്നു. നീ പ്രത്യാശയുള്ളവനാണ്, മരിച്ചവരെ കുറിച്ച് പ്രത്യാശ നിനക്കുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദേഹത്ത് പച്ച കുത്തരുത്. പച്ച കുത്തുക എന്നുള്ളതും പലപ്പോഴും മറ്റ് അന്യദൈവങ്ങളുടെ രൂപമാണ്. ആ കാലങ്ങളിൽ പല ആളുകളും അവരുടെ ശരീരത്തിൽ പച്ച കുത്തിക്കൊണ്ട് നടന്നിരുന്നത്. അന്യദൈവത്തെ ആരാധിക്കുന്നതിന് അത് തുല്യമായതുകൊണ്ടാണ് അപ്രകാരം ചെയ്യരുതെന്ന് പറയുന്നത്. 29-30 വാക്കുകൾ പറയുന്നു, മകളെ വേശ്യാവൃത്തിക്ക് വിട്ടുകൊടുക്കരുത്. അതുമൂലം ദേശത്ത് പാപം വർദ്ധിക്കുവാൻ കാരണമായിട്ട് തീരും. അപ്പം അങ്ങനെ ഒരിക്കലും നീ ചെയ്യാനായിട്ട് പാടില്ല. കാരണം അതുകൊണ്ട് ആ കാലങ്ങളിൽ പല ആളുകളും അപ്രകാരം ഒക്കെ ചെയ്തിരുന്നു. കാരണം അത് മുഖാന്തരം സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ആ ചെയ്തിരുന്ന ഹീന പ്രവൃത്തിയാർന്ന ജാതികളിലുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ കാണാൻ പാടില്ല.
അതുപോലെ തന്നെ സാബത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. ദൈവികമായ ആരാധനാലയങ്ങളെയും ദൈവികമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ അതിനെ കാണേണ്ടതാണ്. 31 വാക്യത്തിൽ പറയുന്നു, മന്ത്രവാദിയെയും സഹനക്കാരനെയും സന്ദർശിച്ച് നീ അശുദ്ധനാകരുത്. നിന്റെ ദൈവമായ കർത്താവിൽ മാത്രം നീ ആശ്രയിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രവാദവും ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് ഭൂതങ്ങളെയൊക്കെ ആവഹിച്ച് അതിനോട് പ്രാർത്ഥിച്ചാണ് അത് ചെയ്യുന്നത്. നീ വിശ്വാസിയാണ്, നീ അത് ചെയ്യാൻ പാടില്ല. 32 വാക്യത്തിൽ വായിക്കുന്നു, തല നരച്ചവരെ കാണുമ്പോൾ എഴുന്നേറ്റ് ബഹുമാനിക്കണം. ഇന്ന് സമൂഹത്തിന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം പ്രായത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്. അപ്രകാരം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്. 33, 34 വാക്യങ്ങൾ പറയുന്നു, പരദേശിയെ നീ ഉപദ്രവിക്കരുത്, അവനെ സ്വദേശിയെ പോലെ നീ സ്നേഹിക്കണം. കാരണം നിങ്ങളും ഒരു കാലത്ത് പരദേശികളായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ അനുഭവിച്ച പീഡ നിങ്ങൾക്കറിയാം. അതേ അളവിൽ നിങ്ങൾ മറ്റാരെയും പീഡിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത്. കാരണം നമുക്കറിയാം, എന്നാൽ ഇന്ന് നമ്മുടെ ഈശ്വര വിശ്വാസമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഈശ്വര വിശ്വാസമില്ലെന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ അവർ പരദേശികളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെയും ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ ഇന്ന് അവരെ പ്രതികരിക്കാൻ തുടങ്ങി. കാരണം നമ്മളവിടെ ചെന്നിട്ടുണ്ടാക്കുന്ന ചില അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ അവരങ്ങനെ പ്രതികരിക്കാറുള്ളത്. അതിൻ്റെ 35, 36 വാക്യങ്ങൾ പറഞ്ഞു, അളവേ തൂക്കം എന്ന് അങ്ങനെ അതിനകത്ത് നീ അനീതി കാണിക്കുവാനായിട്ട് ഇത് പാടില്ല. സദൃശവാക്യങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. അപ്പോൾ അളവിലും തൂക്കത്തിലും ഒന്നും ഒരു കള്ളത്തരം കാണിക്കുവാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ളതായ ചില സാമൂഹിക ജീവിതത്തിൽ കാണിക്കേണ്ടതായ നിയമങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല പ്രാവശ്യം നമ്മൾ കേട്ടു, ഞാൻ വിശുദ്ധനാണ്, അതുപോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. നമ്മളും ജീവിക്കുന്ന സാമൂഹിക ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മളത് ആലോചിച്ച് അത് വേദപുസ്തക പ്രകാരമാണോ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണോ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് നമ്മളെ തന്നെ പരിശോധിക്കുവാൻ ഇതൊരു മുഖാന്തരമായി ഭവിക്കട്ടെ. എല്ലാവരെയും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.